നിലാവ് 8ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നക്ഷത്ര തിളക്കം നമുക്ക് നൽകുന്ന ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിയുടെ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേരുന്നു. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന സുന്ദരമായ കാലമാണ് ക്രിസ്തുമസ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് തന്റെ യഥാർത്ഥ ഭക്തി എന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. മറിയത്തിലൂടെ മാത്രമാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനെ ലോകത്തിന് നൽകിയത്. അമ്മിഞ്ഞപ്പാലിന്റെ രുചിയുള്ള അമ്മ എന്ന വാക്കിന് സ്നേഹം, കരുണ, വാത്സല്യം, സഹനശീലം, ത്യാഗമയി എന്നിങ്ങനെ കടലോളം വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. വചനമാകുന്ന ഈശോയെ ഉദരത്തിൽ വഹിച്ച ഭാഗ്യവതിയാണ് പരിശുദ്ധ അമ്മ. ഈശോയെ പാലൂട്ടി വളർത്തി, ഈശോയോട് കളിച്ച് ഈശോയോടൊത്ത് ബാല്യം പങ്കിട്ട പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, സൂര്യനെ ഉടയാടയാക്കിയ, സൂര്യനേക്കാൾ പ്രശോഭിക്കുന്ന, മഴവിലിനേക്കാൾ മനോഹരിയായ, സുഗന്ധ സാന്നിധ്യമായ പരിശുദ്ധ അമ്മ, ദൈവപുത്രന്റെ അമ്മയാകാനുള്ള ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് വഴി മറിയം ഈ ലോകത്തിലെ ഏറ്റവും ദൈവകൃപ നിറഞ്ഞ സൃഷ്ടിയായി തീർന്നു. മറിയം ദൈവവചനത്തെ പൂർണ്ണ വിശ്വാസത്തോടെയും സമ്മതത്തോടെയും സ്വന്തം ശരീരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ദൈവകൃപകളിൽ അനുദിനം വളർന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഇടവകയിൽ, കുടുംബങ്ങളിൽ, വിദ്യാലയങ്ങളിൽ വിശ്വാസം വളർത്തുന്ന ചാലക ശക്തിയായി മാറാനുള്ള ഒരു തീരുമാനം ഈ ക്രിസ്തുമസ് നാളിൽ നമുക്കെടുക്കാം. പ്രശസ്ത വചന പ്രഘോഷകനായിരുന്ന ബിഷപ്പ് ഫുൾട്ടൻ ചെർഷീൻ ഇപ്രകാരം പറയുന്നു: 1000 പുൽക്കൂടുകളിൽ ഉണ്ണിപ്പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിപ്പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്തുമസ് വ്യർത്ഥമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ നിറവ് സൂക്ഷിച്ച് നമുക്ക് ചുറ്റുമുള്ള ദൈവജനത്തിന് പ്രത്യാശ പകരുന്ന നക്ഷത്രങ്ങളായി നമുക്ക് മാറാം. വികസനത്തിന്റെ ചിറകിലേറി പറക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഹൃദയങ്ങൾ തൊടുന്നവരായി നമുക്ക് മാറാം. അനാഥത്വത്തിന്റെ ദുഃഖം പേറുന്നവർ, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർ, പിച്ചു ചീന്തപ്പെടുന്ന ബാല്യകൗമാരങ്ങൾ, ലഹരിയിൽ മയങ്ങുന്ന യുവജനങ്ങൾ, നിരാശയിലും പാപത്തിന്റെ അന്ധകാരത്തിലും മുങ്ങിത്താഴുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവസ്നേഹത്താൽ ത്രസിക്കുന്ന ഹൃദയങ്ങളാൽ ചേർത്ത് പിടിച്ച് ക്രിസ്തുമസിന്റെ പൊൻപ്രഭ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകരാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്.